2016 JB ജംഗ്ഷനിൽ വന്നുപോയ പ്രധാനപ്പെട്ട വ്യക്തികളെ ഒരിക്കൽ കൂടി നമ്മൾ അനുസ്മരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു തിരിഞ്ഞുനോട്ടം. ആ തിരിഞ്ഞുനോട്ടത്തിലൂടെ JB ജംഗ്ഷനിലെ വിവാദങ്ങളെയും വെളിപ്പെടുത്തലുകളെയും ഒരിക്കൽ കൂടി പ്രേക്ഷക സമക്ഷം എത്തിക്കുകയാണ്. 1983 എന്ന സിനിമയ്ക്ക് ശേഷം നിവീനും എബ്രിഡും ഒന്നിച്ച സിനിമയാണ് തിയേറ്ററുകളിൽ നിറഞ്ഞോടിയ ആക്ഷൻ ഹീറോ ബിജു. പോലീസുകാരുടെ കഥ പറയുന്ന ചിത്രം നിരൂപക പ്രശംസയും നേടിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നിവീനും എബ്രിഡ് സംയുക്തമായി JB ജംഗ്ഷനിലെത്തിയത്. ചിത്രത്തിന്റെ വിജയകഥയിലൂടെയുള്ള പ്രയാണം മാത്രമായിരുന്നില്ല ഈ JB ജംഗ്ഷൻ. 2016 ഏറ്റവും വലിയ ഹിറ്റ് മേക്കർമാരിൽ ഒരാളായ നിവീൻ പോളിയെയും സംവിധാനം ചെയ്ത 2 സിനിമയും വിജയിപ്പിച്ച എബ്രിഡ് ഷൈൻ്റെയും ജീവിത പന്താവിലൂടെയുള്ള പ്രയാണം കൂടിയായിരുന്നു ഈ എപ്പിസോഡുകൾ. മലയാള സിനിമയുടെ നായക സങ്കല്പത്തെ മാറ്റി എഴുതിയ അയൽവക്കത്തെ ഒരു ചെറുപ്പക്കാരൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരുപക്ഷെ നിവീൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ആസ്പെക്ട് ഇതാണ്. ഒരു മാക്കോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഗ്ലാമർ, അതിൻ്റെതായ 6 പാക്ക്. ഇപ്പം എന്തോ കുറച്ച് ഡെവലപ്മെൻ്റ് ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. 6 പാക്കായിട്ടല്ല, സിംഗിൾ പാക്കായിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് കുറയ്ക്കണം. നിങ്ങൾക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ ഇതവിടെ വരാൻ പോകുന്നത്. അമാനുഷികമായ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ആക്ഷൻ ഹീറോ ബിജു കണ്ടപ്പോൾ എല്ലാ ജനങ്ങളും പറയുന്നത്, എൻ്റെ ദൈവമേ, ഇങ്ങനെ ഒരു SI എൻ്റെ സ്റ്റേഷനിലുണ്ട്, ഇങ്ങനെ ഒരാളുണ്ട്. ഒട്ടും അമാനുഷികമല്ലാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോലീസ് സ്റ്റോറി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ സ്വീകരിക്കും എന്ന് തോന്നാനുള്ള ആ ഒരു ഗട്ട്സ് താങ്കൾക്ക് എങ്ങനെ കിട്ടി? ഈ പോലീസ് തന്നെ വേണമെന്ന് താങ്കളുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ പബ്ലിക്കുമായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറുടെ ഇൻട്രാക്ഷൻസ് ആണ് ഈ സിനിമയിൽ. ഞാൻ വിചാരിച്ചു അത് കണ്ടിട്ടില്ലാത്ത ഒരു ഏരിയയാണ്, അത് പബ്ലിക്ക് കണ്ടിട്ടില്ല. ആ ഏരിയയാണ് താങ്കൾ ആ ഏരിയയും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൂടെയുള്ള യാത്ര, അതിനകത്ത് ഒരുപാട് ഇമോഷണൽ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ ചിലപ്പോൾ നമ്മൾ തമാശയായിരിക്കില്ല, ചിലപ്പോൾ ഞാൻ തിരിച്ചു വരാം. എബ്രിഡുമായിട്ട് താങ്കൾ 1983 എന്നുള്ള സിനിമയുടെ ഒരു നോസ്റ്റാൾജിയ ഉണ്ട്. 1983 കഥ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഒറ്റ ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാനത് ചെയ്യണോ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഷൈൻചേട്ടൻ സംസാരിച്ചു. ഷൈൻചേട്ടൻ എന്നെക്കാളും നല്ല ആക്ടേഴ്സ്, മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഇൻഡസ്ട്രിയിലുണ്ട്. അവർ ചെയ്തത് കുറച്ചുകൂടി കൺവിൻസിങ് ആയിരിക്കും. ഞാൻ ചെയ്താൽ ഇത് എങ്ങനെയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഷൈൻചേട്ടൻ പറഞ്ഞില്ല, ഇത് ചെയ്യുകയാണെങ്കിൽ നിവിൻ ചെയ്താൽ മതി. 1983 കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു, ഇങ്ങനെ ഒരു സിനിമ നമുക്ക് അടുത്ത് ചെയ്യാം. അന്ന് തന്നെ ഈ സിനിമയുടെ ഒരു കഥയുണ്ടോ താങ്കളുടെ മനസ്സിൽ? ഇല്ല, 83 കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു ചർച്ചയിലേക്ക് എത്തിയത്. ഓക്കെ, ഇതിലൊരു പാട്ടാണ്. ആ പാട്ടിൽ പക്ഷേ നിവിൻ വളരെ ഗൗരവക്കാരനായിട്ടാണ് നിൽക്കുന്നത്. ശരി പൊട്ടിയില്ല ഇവരുടെ ഈ അയ്യോ, എത്ര പ്രാവശ്യം ടേക്ക് ചെയ്തു. ഒരേ സമയത്ത് താങ്കൾ നായകനും ഒരേ സമയത്ത് പ്രൊഡ്യൂസറുമാണ്. ഇത് രണ്ടിന്റെയും വികാരങ്ങൾ ചിലപ്പം ഒരു വൈരുദ്ധ്യമായിരിക്കും. അതെ അല്ലേ? ഇടയ്ക്കൊരു പ്രൊഡ്യൂസറുടെ ഒരു വികാരം വന്നോ? ഒരു മൾട്ടി ടാസ്കിങ് പറ്റുന്നൊരു പരിപാടി ആയിരിക്കും എന്നുള്ള ഒരു രീതിയിലാണ് മുമ്പോട്ട് പോയത്. പക്ഷെ അത് ഇത്തിരി, കാരണം അഭിനയത്തിന് കൊടുക്കുന്ന ഒരു ഫോക്കസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പം ചെറുതായിട്ടൊരു ഫോക്കസ് പ്രശ്നം എനിക്ക് തുടക്കം വേണ്ടിയായിരുന്നു. പിന്നെ ഞാനത് കട്ട് ചെയ്തു. ഈ കണക്കൊക്കെ എല്ലാം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ മാത്രമേ ഉണ്ടായുള്ളൂ. ഒന്ന് സുരാജിനെ പോലെ നല്ല വിലപിടിപ്പുള്ള, നല്ല ഹ്യൂമറിൻ്റെ കാര്യത്തിൽ വിളങ്ങുന്ന ഒരാളെ ഒരു വേറൊരു രീതിയിലേക്ക് നിങ്ങൾ കാസ്റ്റ് ചെയ്യുന്നു. സുരാജ് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഒരു കൺസീവ് ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള നമ്മളൊരു കോൺഫിഡൻസ് കൊടുക്കുന്നത് തിരിച്ച് 10 തിരിച്ചു തരുന്ന ആളാണ്. തീർച്ചയായും ഒരുപാട് പുതിയ സംഗീത സംവിധായകന്മാർ. എങ്ങനെ ജെറി അമൽദേവ് എന്നുള്ളൊരു സങ്കല്പം മനസ്സിലാവും? 25 വർഷങ്ങൾക്ക് ശേഷം ഒരു പാട്ട് സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് കാലാതിവർത്തി ആവുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മാർക്ക് കൊടുക്കണ്ടേ? വരട്ടെ. മുഖമെല്ലാം കണ്ട്, ഈ പാട്ടെല്ലാം കണ്ട്, ആൽബം എല്ലാം കണ്ടപ്പോൾ നിവിനെന്താ തോന്നിയത്? അൽഫോൺസ് പറഞ്ഞു, ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു ആൽബം ചെയ്യാൻ പ്ലാൻ ഉണ്ട്, ഇപ്പം നീ ഒന്ന് അഭിനയിക്കുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ആൽബം നീ ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യം. ആ സമയത്ത് ഒരുപാട് ആൽബങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആൽബത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ലടാ, ഞാനത് കുറച്ച് ഇത്തിരി ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാനുള്ളൊരു പ്ലാനാണ്. പക്ഷേ എന്താണ് കഥ എന്ന് പറഞ്ഞാൽ, അതായത് നായിക ഉറങ്ങിക്കിടക്കുമ്പോൾ നായകൻ മതിൽ ചാടി വരുന്നു. എന്നിട്ട് നായികയുടെ മുമ്പിൽ നായകൻ പാട്ട് പാടുമ്പോൾ നായിക എഴുന്നേക്കും. എന്നിട്ട് പാട്ട് പാടി കഴിയുമ്പോൾ നായകൻ മതിൽ ചാടി തിരിച്ചു പോകും. ഞാൻ പറഞ്ഞു, അടിപൊളി, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയാണ്, ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു കഥയാണ്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പം എനിക്ക് അവനിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടെങ്കിലും അവനെങ്ങനെ ചില വട്ട് പറയുന്നുള്ള കാര്യം ഇല്ല. അതായത് അവൻ നരേറ്റ് ചെയ്യാനായിട്ട് ഇത്തിരി വീക്കാണ്. ഒരു കഥ നരേറ്റ് ചെയ്യാനായിട്ട് അവന് കൃത്യമായിട്ട് പറ്റില്ല. പക്ഷെ അവൻ എന്താണ് അവൻ ഉദ്ദേശിക്കുന്നുള്ള അവന് സ്ക്രീനിൽ അവന് കാണിക്കാൻ പറ്റും. ഷൈനി ഈ പ്രശ്നം അഭിമുഖീകരിക്കാറുണ്ടോ? അതായത് മറ്റുള്ളവരെ അങ്ങ് ബോധ്യപ്പെടുത്താനുള്ള ഒരു ബുദ്ധിമുട്ട്.
ഞാൻ ആദ്യത്തെ സിനിമ 1983 ചെയ്യാനായിട്ട് തീരുമാനിച്ച ശേഷം നിവിനെ ഞാൻ വിളിക്കുന്നു. അപ്പോൾ ഞാൻ തലേദിവസം ഇങ്ങനെ സ്റ്റോറി എൻ്റെ പേഴ്സണൽ ലൈഫുമായിട്ട് അടുപ്പമുള്ള എൻ്റെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഞാൻ നിവിനെ ഇത് പറയാൻ വേണ്ടിയിട്ട് നിവിനെ ഞാൻ വിളിക്കുന്നു. അപ്പം ഞാൻ ഈ ഇടപ്പള്ളി സിഗ്നലിൻ്റെ പാലരുവട്ട സിഗ്നലിൻ്റെ അവിടെ കിടക്കുമ്പോൾ ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോഴാണ് വിളിക്കുന്നത്. അത് നിവിനെ വിളിച്ചു. വെരി ഗുഡ്. അപ്പോൾ വണ്ടി ഓടിക്കാൻ വേണ്ട, ഞാനല്ല വണ്ടി ഓടിക്കുന്നത്, ഞാൻ വേറൊരാളെ കൊണ്ട് പ്രതീക്ഷിച്ചാണ്. അപ്പോ എന്നോട് എങ്ങനെ കാണിച്ചറിയോ, ഞാൻ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത് പറഞ്ഞിട്ട് അതിന് പറയാണ് ഞാനൊരു പാവാടോ, എനിക്ക് ഈ കള്ളമൊന്നും പറയാൻ അറിയില്ല, കുറച്ചു കാലം ഇവരുടെ കൂടെ നടക്കുക അല്ലേ ദിവീനെ, ഒന്ന് കൂടെ കൂട്ട് ഹോട്ടലിൽ വെച്ച് കാണാമെന്ന് പറയുന്നു. അവിടെ കണ്ട് ഞാനൊരു 10 മിനിറ്റ് നിന്നുണ്ടോന്ന് ചെയ്യാൻ പറഞ്ഞു. നിവിന് ഈ സിനിമ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പില്ല, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സിനിമ തോന്നിയിട്ടുണ്ടെന്ന് നിവിനോട് പറയുകയും ഒരു 10 മിനിറ്റ് കൊണ്ട് പറയുകയും, ഞാനും എൻ്റെ മോനും ഉണ്ട്. അപ്പം നിവിൻ പറയുന്നത് ഷൈജിട്ടാ നല്ല സിനിമയായിരിക്കും, ചെയ്യൂലെന്ന് നിവിൻ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സിനിമയായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞ കഥയാണ്. അപ്പോൾ എനിക്ക് നിവിനോടായതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടേണ്ടി വന്നില്ലേ. അപ്പോൾ അത് ഷൈൻ്റെ സ്വഭാവം ഏറെക്കുറെ മനസ്സിലായി, പക്ഷെ വേറൊരാളുണ്ടായിരുന്നു. മലർവാടി ചെയ്യുന്ന സമയം തൊട്ട് സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് നിവിൻ്റെ കയ്യിലൊരു നോട്ട്ബുക്ക് ഉണ്ടാവും. ആ നോട്ട്ബുക്കിൽ അവന് ഡൗട്ട് തോന്നുന്ന കാര്യങ്ങളെല്ലാം എഴുതി വെക്കും. എനിക്ക് തോന്നുന്നു അവൻ പലതവണ വായിക്കാറുണ്ടെന്ന് തോന്നുന്നു. ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം ഈ നോട്ട്ബുക്ക് മുഴുവൻ ചോദ്യങ്ങളായിരിക്കും. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടണം നിവിന്. അപ്പോൾ ഞാനിരുന്ന് ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. എനിക്കൊന്ന് മറ്റ് ഡയറക്ടേഴ്സിൻ്റെ അടുത്തും ഇതേ കാര്യം തന്നെയാണ് നിവിൻ ചെയ്യുന്നത്. നിവിൻ്റെ വിജയങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കൂട്ടുകാരോ ഭാഗ്യമോ അതൊന്നുമല്ല, നിവിൻ്റെ തിരക്കഥകളിൽ കാണിക്കുന്ന ഒരു ശ്രദ്ധയാണ്. ഞാൻ ഒരുപാട് സംശയങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്ന ഒരാളാണ്. അത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാനിത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്ടേഴ്സിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ ഞാൻ പിന്നെ അല്ലെങ്കിൽ ഇപ്പോഴേ ചോദിക്കാൻ പറ്റും. ഇത് പടം റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഇത്രയും ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഓരോ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ പല പ്രാവശ്യം വായിച്ച് കുറേ പോയിന്റ്സ് എഴുതി വയ്ക്കും, അത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഞാൻ കൺവിൻസ്ഡ് ആവണം, അല്ലെങ്കിൽ ഡയറക്ടർ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൺവിൻസിങ് ആയിരിക്കണം. നമ്മൾ പറയേണ്ട മുഴുവൻ കാര്യങ്ങളും സംവിധാനം എടുത്ത് പറയും, നമ്മുടെ ആശങ്കകൾ എല്ലാം പറയും. ഭൂരിപക്ഷം ആൾക്കാർ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കും. കുറേ പേര് ചില ആൾക്കാർക്ക് ഇറിറ്റേഷൻ ആവുന്നുണ്ടോ? ഇറിറ്റേഷൻ ആവാറുണ്ട്. ഉണ്ട്, ഉണ്ടാവാം. അപ്പോഴെങ്ങനെയാണ് താങ്കൾ റെസ്പോണ്ട് ചെയ്യുന്നത്? ഞാൻ അത് മൈൻഡ് ചെയ്യാറില്ല, ഞാൻ എന്നാലും പറയും. പ്രേമം എനിക്ക് തോന്നുന്നു നിവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ താരമൊന്നും പറയാൻ പറ്റില്ല, സൂപ്പർ താരത്തിൻ്റെ മുകളിലേക്ക് നിവിൻ പ്രയാണം ചെയ്തു. നിവിൻ്റെ താടിയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. ഒരുപാട് പിള്ളേരെ നിവിൻ വഴിതെറ്റിച്ചു. ഈ പെമ്പിള്ളേരൊക്കെ അതിൻ്റെ തിക്താരവങ്ങൾ പേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഒരുപാട് പേരുടെ സെൻസിബിലിറ്റിയെ ഉണർത്തി യുവഹൃദയങ്ങളെ ടച്ച് ചെയ്തൊരു പടം സമീപകാലത്തുണ്ടായി. അതായത് പ്രേക്ഷകന്റെ മനസ്സിനെ എവിടെയോ ഒന്ന് സ്പർശിച്ചു. എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ എവിടേക്കോ തൊട്ട് തലോടിയൊക്കെ പോയിട്ടുണ്ട് ഈ സിനിമ. ഈ വിജയത്തിൽ താങ്കൾ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ടാവും. ഞാൻ ഞെട്ടിപ്പോയി. നിവിൻ, ഷൈൻ ഇത്ര നേരം ഞങ്ങളുമായിട്ട് പങ്കുവെച്ചത് ചില ചോദ്യങ്ങൾ ഞാൻ ബോധപൂർവ്വം മാറ്റി വെച്ചിരിക്കുകയാണ്. എന്താ കാരണം വെച്ചാൽ വേറൊരു അവസരത്തിൽ ചോദിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവിധ ആശംസകളും. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് താങ്കളുടെ വിജയത്തിൽ. ഇനിയും 2 പേര് വലിയ ഉന്നതങ്ങളിലേക്ക് പോകട്ടെ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നമ്മെ വിട്ടുപോയ ലോഹിദാസിന്റെ സിനിമയിലൂടെയാണ് മീര സിനിമയിലേക്ക് പിച്ചവെച്ചത്. പിന്നീട് ഒട്ടേറെ സൂപ്പർ ഹിറ്റുകൾ പ്രദാനം ചെയ്ത മീര വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് അല്പകാലം വിട്ടുനിന്നു. 10 കൽപ്പനകൾ എന്ന സിനിമയിലൂടെ അവർ തിരിച്ചുവരവ് നടത്തി. ആ സിനിമയെ മുൻനിർത്തിയായിരുന്നു മീര ജാസ്മിനുമായിട്ടുള്ള JB ജംഗ്ഷൻ. മേരിയെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മലയാള പ്രേക്ഷക സമൂഹവും ഇവരുടെയൊക്കെ മുഖം ഇടയ്ക്ക് തെളിഞ്ഞു വരുന്നുണ്ടോ മനസ്സിൽ? തീർച്ചയായിട്ടും. എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്, ഞാൻ ജാസ്മിൻ മേരി ജോസഫ് എന്ന് പറഞ്ഞ കുട്ടി മീര ജാസ്മിൻ ആവാൻ കാരണം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രേക്ഷകർ കാരണമല്ലേ. ഇടയ്ക്ക് കണ്ണാടി നോക്കിയിട്ട് ആ പഴയ ആ പള്ളിയിലൊക്കെ കൊയറിലൊക്കെ പാട്ടുപാടുന്ന ഒരു കുട്ടിയുടെ മുഖം തിരിച്ചു പിടിക്കാറുണ്ട്. ഞാൻ ഒരു മൈക്കോട് വെച്ചിട്ട് എന്താ കാരണം ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾ പാട്ട് തന്നെ വേണോ? What a friend we have in Jesus, all our sins and griefs to bear. What a privilege to carry every
to God in prayer. മീര വെച്ചടി വെച്ച് മുമ്പോട്ട് പോയി മലയാള സിനിമയിൽ. എന്താ കാരണം വെച്ചാൽ ഏറ്റവും തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു നായിക എന്നുള്ള പദവിയിലേക്ക് മീര എത്തി. പിന്നെ എനിക്ക് തോന്നുന്നു ലോഹിയുടെ ഒരു മറ്റൊരു പടം കസ്തൂരിമാൻ അല്ലേ, അത് ഏറ്റവും കൂടുതൽ ഓടിയ ഒരു പടങ്ങളുടെ പട്ടികയിൽ വരും. 100 സംസ്ഥാന ബഹുമതി മീരയ്ക്ക് അതിനകത്ത് കിട്ടി. ഇപ്പോഴേക്കും മീര തിരിഞ്ഞു നോക്കിയോ, ചില്ലറ പൈസ ഉണ്ടാക്കിയിട്ട് പോകാൻ വന്ന തിരുവല്ലക്കാരി ഇനി ഇവിടെ കാലം ഉറപ്പിക്കണം. അപ്പോഴത്തേക്കും അതൊരു ശരിക്കും ഒരു പാഷന്, ഇഷ്ടത്തോടുകൂടി ചെയ്യാൻ ഉള്ള എൻ്റെ ജോലി ഞാൻ ഇഷ്ടത്തോടുകൂടി സിനിമയോട് അങ്ങ് അടുത്തു, ലൈക്ക് ഒന്നായി ചേർന്നു. പാടമൊന്ന് അല്ലെ ഒരു വിലാപം, എനിക്ക് തോന്നുന്നു മീരയ്ക്ക് ഒരുപാട് അംഗീകാരങ്ങൾ വാങ്ങിത്തന്ന ഒരു 2003 ദേശീയ അവാർഡിന് മീരയെ അർഹയാക്കിയ ഒരു പടമാണ്. ഈ പടം അഭിനയിക്കുമ്പോൾ ഒരു ദേശീയ പുരസ്കാരത്തിലേക്കാണ് മീര പിച്ചവെക്കാൻ പോകുന്നത്, കയറാൻ പോകുന്നതല്ലോ ചിന്തിച്ചിരുന്നു. എല്ലാവരും എന്നെ കളിയാക്കുന്നു, TV ചന്ദ്രന്റെ പടം ചെയ്യാൻ പോകുന്നത് അവാർഡ് കിട്ടുമല്ലേ, നാഷണൽ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ വെറുതെ കളിയാക്കുമായിരുന്നു. കാരണം TV ചന്ദ്രൻ ഞങ്ങളുടെ പടം ചെയ്തവർക്കൊക്കെ ഒരുപാട്, മമ്മൂക്കയാണെങ്കിലും നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എന്നെ കളിയാക്കുമായിരുന്നു. പക്ഷെ ഞാനങ്ങനെ സീരിയസ് ആയിട്ടൊന്നും നാഷണൽ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല ചെയ്തത്. ഐ മീൻ അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. ലാലുവായിട്ടുള്ള അഭിനയം, ഇങ്ങനെയുള്ള ഒരുപാട് അനുകരിക്കുന്ന നടന്മാരുമായിട്ടുള്ള ഒരു ആ പറഞ്ഞ കോമ്പിനേഷനുകളൊക്കെ മേരിയെ എങ്ങനെയാ ഒരു കലാകാരി എന്നതിൽ മാറ്റിമറിച്ചത്? എനിക്ക് ലാലേട്ടനുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ലാലേട്ടൻ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻ മീ, ലൈക്ക് യുനോ എന്തൊക്കെ ചെയ്യും ഓട്ടോമാറ്റിക്കലി അറിയാതെ ചെയ്തു പോകും. ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചെയ്യും. എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് മോഹൻലാൽ കഴിഞ്ഞുള്ള ആരും വിട്ടുകൊടുക്കത്തില്ല, ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നോ, മലയാളിയുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. അതെ, അത് ലോകത്തിൽ തന്നെ നമ്മൾ യുനോ നമുക്ക് വളരെ അഭിമാനം മോഹൻലാലിനെ നമുക്ക് ഒരു നല്ലൊരു ആക്ടറിനെ കിട്ടാൻ. മറ്റൊരു മഹാനടനോടൊപ്പം പേര് വിട്ടുപോയൊരു മഹാനടൻ, അതെ, മമ്മൂക്ക ഒരു സിനിമ അഭിനയിച്ചിട്ടുള്ളൂ അല്ലേ? ഒരു സിനിമ, ഒരേ കടൽ. അതില് സംസ്ഥാന അവാർഡ് കിട്ടി. നമ്മൾ വൺസ് ഒരു ക്യാരക്ടർ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും അതിനെ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിലൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നൊരു ഫീലിംഗ് ഉണ്ടാവത്തില്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ക്യാരക്ടറിലോട്ട് പോകും. യു ആർ ലിവിങ് ദയർ, യു ആർ ലിവിങ് ആസ് എ ക്യാരക്ടർ. സോ ആ ഒരു ഭാരം, ഞാനൊരു വലിയ ക്യാരക്ടർ ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ കൈവയ്ക്കുന്നു, അങ്ങനെ കൈവയ്ക്കുന്നു, ഇങ്ങനെ ഡയലോഗ് പറയുന്നൊരു ഫീലിംഗ് വരത്തില്ല. ഒരു വി ആർ ലിവിങ് ആസ് ദ ക്യാരക്ടർ. ഒരു മെക്കാനിക്കൽ ട്രാക്കിലേക്ക് കയറിപ്പോയി. മെക്കാനിക്കൽ ട്രാക്ക്, അവിടെയാണ് ഞാൻ ഐ റിയലൈസ് ദാറ്റ് എൻ്റെ ഹാപ്പിനെസ് എനിക്ക് നഷ്ടപ്പെടുന്നു. എനിക്ക് ശരിക്കും എൻ്റെ ഫോക്കസ് അല്ലെങ്കിൽ എൻ്റെ ട്രാക്കിൽ നിന്ന് ഞാൻ പോയി എൻ്റെ ഹാപ്പിനെസ് എനിക്ക് മിസ്സാവുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ റിയലൈസ് ചെയ്തത്. യു നോ വാട്ട് ബ്രിട്ട സർ, ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വെറുക്കാൻ തുടങ്ങി ഈ സ്ഥലം. ലൈക്ക് അതാണ് ഞാൻ എപ്പോഴും ഞാൻ പറയും, ആർട്ട് എനിക്കിഷ്ടമായി, ഈ ആർട്ട് നിലനിൽക്കുന്ന ഈ സ്ഥലം എനിക്കിഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക്, ഐ മീൻ ഐ എം ടെല്ലിങ് യു, I like art, I love art and that is my life, that is my everything. But അത് നിലനിൽക്കുന്ന ഈ ഇടം ഉണ്ടല്ലോ, I am really not comfortable. I don't know. മുൻനിര സംവിധായകരിൽ ചിലർ പോലും പറഞ്ഞിട്ടുണ്ട്, ലൊക്കേഷൻ വന്നാൽ മീര മഹാകച്ചറയാണ്, മീരെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, സമയത്തിന് വരില്ല, ഇങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ ആരോപണങ്ങൾ? സ്റ്റിൽ ഇവിടെ ഇരുന്നുകൊണ്ടും എനിക്ക് അതിനുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാൻ താല്പര്യമില്ല. ബിക്കോസ് that doesn't matter at all. എനിക്കത് മാറ്റർ ചെയ്യുന്നേ ഇല്ല. അതെന്നെ 100% എഫക്റ്റ് ചെയ്യുന്നില്ല. Of course, nothing matters. ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ആക്ച്വലി ഐ ആം ഡൂയിങ് ലോട്ട് ഓഫ് അതർ തിങ്സ് ഇൻ മൈ ലൈഫ് ആൻഡ് ഐ ആം ബിസി ദെയർ. എനിക്ക് തിരക്കായിട്ടിരിക്കുമ്പോഴും ബിസി ആയിട്ടിരിക്കുമ്പോഴും അതിൽ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴും ഇത് പറയുമ്പോൾ എനിക്ക് സില്ലി ആയിട്ട് തോന്നുന്നു ആക്ച്വലി. ഇപ്പൊ എന്നെ കുറിച്ച് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയണോ തന്നെ ഡെഫിനറ്റ്ലി അതിൽ എന്തെങ്കിലും ഒരു ഹിഡൻ അജണ്ട കാണുമല്ലോ, ഇല്ലാതെ വെറുതെ ഒരാൾ പറയത്തില്ലല്ലോ. ഒരു കാര്യം അതാ ഞാൻ എന്നും വെൻ ഐ ഗോ ടു സ്ലീപ്പ്, ഞാൻ ഉറങ്ങാൻ പോകുമ്പം എൻ്റെ മനസാക്ഷിയോട് ഞാൻ സംസാരിച്ചിട്ട് ഞാൻ ഉറങ്ങും. അത് ആ ഒരു തൃപ്തി ഇല്ലെങ്കിൽ ഐ വോണ്ട് ബി അറ്റ് പീസ്. ഐ ഹാവ് നോട്ട് ഡൺ എനിത്തിങ് റോങ് ടു എനി വൺ. ബട്ട് ദെൻ അവരിങ്ങനെ കിടന്ന് കാലും കേട്ട് അടിച്ച് പറയണമെങ്കിൽ ഐ തിങ്ക് ദേ ആർ റെസ്റ്റ്ലെസ്. അവരുടെ പ്രശ്നം, അവരുടെ പ്രോബ്ലം. I have no issue. I am fine. I am happy. I am cool. I am happy in my world. I mean, അവഗണിക്കാൻ കഴിയാത്ത ചില പടങ്ങളുണ്ട്. ഇപ്പോൾ കൽക്കട്ട ന്യൂസ് ഉണ്ട്, പെരുമഴക്കാലമുണ്ട്. ഇവിടെയൊക്കെ എന്താ പറയുക, വളരെ ശ്രദ്ധേയമായിട്ടുള്ള അഭിനയങ്ങളാണ് മീര കാഴ്ചവെച്ചത്. പക്ഷെ വളരെ ഇൻറ്റൻസ് ആയിട്ടൊരു മൂവിയായിരുന്നു, മലയാളിയെ വല്ലാതെ സ്പർശിച്ച നല്ല പാട്ടുകൾ, നല്ല രംഗങ്ങൾ. മീരയ്ക്ക് അഭിനയിക്കാൻ ഒരുപാട് സ്പേസ് ആ പടം തന്നിരുന്നു. മീരയുടെ ഓരോ റോളുകളും ഒരു പക്ഷേ മീര ചിന്തിക്കാത്ത തലത്തിലേക്ക് പലപ്പോഴും അത് പോയിട്ടുണ്ടാകും. യു മേ നോട്ട് ബി
പ്രത്യേകിച്ച് അന്ന് തിരക്ക് പിടിച്ച അഭിനയത്തിന്റെ ഒരു ലോകത്തായത് കൊണ്ട് തന്നെ മീര ചെയ്തിട്ടുള്ള ഓരോ റോളുകളും അതിന്റെ ഇമ്പാക്റ്റും എന്താണെന്നുള്ളതൊന്നും മീരയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എനിക്കൊന്ന് ഇപ്പം കുറച്ച് റിലാക്സ് ചെയ്ത് സംഗീതമൊക്കെ കേട്ട് സിനിമയൊക്കെ കണ്ട് പഴയ പുസ്തകങ്ങളൊക്കെ വായിച്ച് സ്വാതന്ത്ര്യത്തോടെ ഇൻവെർട്ടർ കോമ ജീവിക്കുമ്പോൾ അപ്പോഴാണ് ഇതിന്റെ വില മനസ്സിലാകും. ഇനി ഇതുപോലെ മൂല്യമുള്ള ഒരുപാട് സിനിമകൾ വേണമെങ്കിൽ മീരയെ കാത്തിരിപ്പുണ്ടാകാം. യു ആർ നോട്ട് അവേഴ്സ് ടു ദാറ്റ്, അല്ലേ? നല്ല സിനിമകൾ വന്നാൽ അങ്ങനെയില്ല, നല്ല സിനിമകൾ വന്നാൽ യു ആർ ഗോയിങ് ടു ബി വെരി സെലക്റ്റീവ്. ഐ ആം ഗോയിങ് ടു ബി റിയലി വെരി സെലക്റ്റീവ്. എല്ലാവിധ വിജയം. ആത്മാർത്ഥമായിട്ട് മീരയെ സ്നേഹിക്കുന്ന മലയാളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും മീരയ്ക്ക് നല്ലത് വരണമെന്നാണ് ആഗ്രഹം. അത് സഫലമായി കാണട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മലയാള സിനിമയിലെ ചിരിക്കുന്ന മുഖമാണ് രതിനിർവ്വേദത്തിലൂടെ പ്രേക്ഷക മനസ്സിൽ സ്ഥാനം പിടിച്ച നടനും ഗായകനുമായ കൃഷ്ണചന്ദ്രൻ. തമിഴിലും മലയാളത്തിലും നിരവധി വിജയിച്ച സിനിമകളിൽ നായികയായിരുന്നു വനിത. ഇരുവരുടെയും പ്രണയവും സിനിമയും JB ജംഗ്ഷനിലും ചർച്ചാ വിഷയമായി. കൃഷ്ണചന്ദ്രൻ, ഒരുപാട് കാലമായി നിങ്ങൾ രണ്ടുപേരെ ഒരുമിച്ച് JB ജംഗ്ഷനിൽ അതിഥികളായി കൊണ്ടുവരണം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. രണ്ടുപേർക്കും സവിശേഷമായിട്ടുള്ള സിദ്ധികളുണ്ട്. നിങ്ങളിവിടെ അതിഥികളായി വരാനുള്ള കാരണങ്ങളുമുണ്ട്. എന്തുകൊണ്ട് വൈകിപ്പോയെന്ന് മാത്രമാണ്. പുലിമടയിൽ തലയിട്ട് കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇത്രയും കാലം വരാതിരുന്നതാ. ഞാൻ വളരെ സാധാരണ കാര്യം കൃഷ്ണചന്ദ്രൻ അറിയാലോ. ഇനിയിപ്പോ നിവൃത്തിയില്ല. ഇപ്പൊ കൃഷ്ണചന്ദ്രൻ തന്നെ സിനിമാ ലോകത്തെയും ഗായക ലോകത്തെയും മറ്റ് കലാരംഗത്തെയൊക്കെ അല്പം മാറി നിന്ന് കണ്ടതുപോലെ അല്ലല്ലോ ഉള്ളി കണ്ടപ്പോൾ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നസീർ സാറിന്റെ ദുർഗ എന്നുള്ള സിനിമ, ഉദയയുടെ സിനിമ. അതിൽ ഷൂട്ടിംഗ് കാണാൻ ഞങ്ങൾ പോയത്. അപ്പൊ നമ്മൾ സ്വപ്ന ലോകത്തിലാണ്. നമ്മൾ നസീർ സാറിനെ ഒന്ന് തൊടുക. അന്ന് വിൻസെന്റ് എന്ന് പറഞ്ഞ പഴയ നടനുണ്ട്. അവർ രണ്ടുപേരും കൂടിയുള്ള രംഗം മാത്രമല്ല ഷീലയിലും തുടർന്ന് ആഗ്രഹിച്ചത്. ചില കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്ന വനിത കേൾക്കുകയില്ല, കൃഷ്ണചന്ദ്രൻ പറയുന്ന കേൾക്കാൻ പാടില്ല. വനിത കേട്ടോട്ടെ, കേട്ട് മതിയായി. വനിത നടത്തി കൃഷ്ണചന്ദ്രൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എന്താ കാരണം വെച്ചാൽ പലപ്പോഴും പല ആൾക്കാരും JB ജംഗ്ഷനിൽ ഒരുമിച്ച് വരുമ്പോഴാണ് ഇയാൾ എങ്ങനെയായിരുന്നോ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഒന്ന് കേട്ടോ. ഹായ് ഏട്ടാ. പിന്നെ ഞാൻ ഒരിക്കലും ചേച്ചിന്നോ ഏടത്തിയമ്മ എന്നോ വിളിക്കാത്ത എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി വനിത. കുട്ടിക്കാലത്ത് ഏട്ടൻ്റെ ഏറ്റവും വലിയ മോഹം എന്തായിരുന്നു അറിയോ? തിയേറ്ററിൽ ടിക്കറ്റ് മുറിക്കുന്ന ആളാവണം എന്ന്. എന്നാൽ എല്ലാം മാറി മാറി വരുന്ന എല്ലാ സിനിമയും കാണാമല്ലോ. അതായിരുന്നു ഏറ്റവും വലിയ മോഹം. ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ അറിയാത്ത ഒരുപാട് മുഖങ്ങൾ ഞാൻ ഇവിടെ അഴിച്ചിടുന്നു ഞാൻ പറഞ്ഞു. പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് ഉത്സവപ്പറമ്പില് വളക്കച്ചവടം നടത്തുന്ന ആളാണെന്നാണ്. അങ്ങനെ സംഭവം. എന്റെ രണ്ടാമത്തെ ആഗ്രഹം സത്യത്തില് ഒരു ടാക്സി ഡ്രൈവറാണ്. വളയെങ്ങനെ ഇട്ടുകൊടുക്കാൻ ഉദാഹരണം പറഞ്ഞാൽ വനിതയെ പ്രണയിച്ച് കിടക്കുന്ന സമയത്താണെങ്കിൽ ഇതിങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ വളക്കച്ചവടം നടത്താനായിരുന്നു ഇയാളുടെ പരിപാടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി വളരെ സ്ട്രിക്റ്റ് ആണ്. പിന്നെ കുറച്ച് അഭിനയമൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. അങ്ങനെയായിരുന്നു കൃഷ്ണചന്ദ്രൻ. എല്ലാം തുറന്നു പറയും നമ്മൾ തമ്മിൽ. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ സ്നേഹം. പ്രേമിക്കുമ്പോൾ തന്നെ ഈ ഞങ്ങളുടെ നെഗറ്റീവ് മുഴുവനാണ് പുറത്തേക്ക് വന്നത്. ഓ ശരി. പോസിറ്റീവ് കാണിക്കും, പക്ഷെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടറാണ് പുറത്തേക്ക് വന്നത്. പക്ഷെ നമുക്ക് വേണ്ടാന്ന് വിചാരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റാണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ സ്നേഹം അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് ഒരു ദിവസം കണ്ടില്ലെങ്കിലോ വിളിച്ചില്ലെങ്കിൽ, അപ്പോഴൊന്നും മൊബൈൽ ഫോണില്ല, നമ്മൾ ലാൻഡ് ലൈനിൽ നിന്ന് വിളിക്കണം. വിളിക്കുന്ന സമയത്തൊക്കെ കൃഷ്ണചന്ദ്രനെ കണ്ടില്ലെങ്കിലോ സംസാരിച്ചില്ലെങ്കിലോ വിഷമായിരുന്നു. അതാണ് ശരിക്കുള്ള സ്നേഹമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് സിനിമാ ലോകത്തുനിന്ന് ഒരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ആനയിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകേണ്ട ഒരുപാട് ആശങ്കകളുണ്ടാവും. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള അതൊക്കെ ഉണ്ടായിരുന്നു. അതെയോ വനിതയുടെ ആ നിഷ്കളങ്കമായ മുഖത്ത് കളങ്കമായ മുഖമാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അങ്ങനത്തെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ 82-ല് പരിചയപ്പെട്ട് 86-ല് കല്യാണം കഴിക്കുന്നതിനുള്ളില് ഞങ്ങൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞങ്ങൾ പിരിയാമെന്ന് തീരുമാനിച്ചവരാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്ക്, പ്രണയത്തിന്റെ ഘട്ടത്തിൽ. അപ്പൊ 82-ല്
ഞങ്ങൾ കണ്ട് ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഓരോ മാഗസിൻസിലൊക്കെ വരാൻ തുടങ്ങി. മറ്റേ ആ സമയത്ത് ഗോസിപ്പ് കോളങ്ങളിലൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും ഷൂട്ടിങ്ങിനിടയിൽ മിസ്സിംഗ് ആവുന്നു. നോക്കുമ്പോൾ വിജയ ഗാർഡനിൽ ഒരു മരത്തിന്റെ താഴത്ത് ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു 85 ഒക്കെ ആണെന്ന് തോന്നുന്നു, 85 ഒക്കെ ആയപ്പോഴാണ്. അപ്പൊ വനിത ഭയങ്കര ബിസിയാണ് ആ സമയത്ത് തമിഴില്. പിന്നെ മലയാളത്തിലല്ല സത്യത്തിൽ. മലയാളത്തിൽ തമിഴില് കോമഡി ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ട് വൈജി മഹേന്ദ്രനുമായിട്ട് ഇങ്ങനെ ഇഷ്ടം പോലെ പടങ്ങൾ നമ്മുടെ കൽപ്പനയുടെ ഒക്കെ ഒരു സ്റ്റേച്ചറിൽ അവിടെ കിടന്ന് തെളിയിക്കൊണ്ടിരിക്കും. അതെ, എൻ്റെ അടുത്ത് ഈ വൈജി മഹേന്ദ്രൻ എന്നുള്ള വളരെ പ്രശസ്തനായ താങ്കൾക്ക് അറിയാറിയല്ലോ, ആ വൈജി മഹേന്ദ്രൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇവളെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ, നീ കല്യാണം കഴിച്ചില്ല, അവള് സിനിമയിൽ പോയിരുന്നെങ്കിൽ നമുക്ക് മറ്റൊരു മനോരമയെ കിട്ടുമായിരുന്നു എന്നൊക്കെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ സമയത്ത് വേഗം കല്യാണം കഴിച്ചാൽ നീ അവിടെ ഇവിടെ ലൈനിലാണ്. നമ്മൾ ഇവനെ പ്രേമം തലക്കി പിടിച്ച് നടക്കുമായിരുന്നു. കൃഷ്ണേന്ദ്രന്റെ പേരിൽ ഇപ്പോഴും താങ്കൾ എഴുതി വെച്ച ഒരു പാട്ടാണ്. വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം എങ്ങാണ് സംഗമം. എന്തോ സംസാരിക്കണം പറഞ്ഞിങ്ങനെ വെമ്പിതിപ്പുണ്ട്. വരട്ടെ. മലയാള സിനിമയിൽ ചെറുപ്പക്കാരിയും കുലീനത്വവും വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു അമ്മയെ വേണമെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവനായകന്മാർക്ക് വനിത ചേച്ചിയുടെ മുഖമാണ് സത്യം പറഞ്ഞാൽ മനസ്സിൽ വരുന്നത്. എനിക്ക് വനിത ചേച്ചിയോടും കൃഷ്ണേട്ടനോടും ചോദിക്കാനുള്ളൊരു ചോദ്യം, നിങ്ങളെ പുറമേ നിന്ന് രണ്ടുപേരെയും കൂടെ ഞാൻ കണ്ടത് വെച്ചിട്ടാണ് പറയുന്നത്. എപ്പം നോക്കിയാലും വളരെ ചിരിച്ച് പ്ലസൻ്റായിട്ട് ഇരിക്കുന്ന രണ്ട് മുഖങ്ങൾ. എൻ്റെ ചോദ്യം ഇതാണ്, ഇത് സത്യത്തിൽ ഇത് റിയലാണോ, നിങ്ങളുടെ റിയൽ ഇതാണോ, അതെയോ നിങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് ബിഹേവ് ചെയ്യുന്നതാണോ? വനിത എന്തായാലും വളരെ പ്ലസന്റ് ആണ്. നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ? ചിരിയാണല്ലോ കുറവായിട്ട് ലോകത്ത് കാണുന്നത്. അപ്പൊ ഞങ്ങളെങ്കിലും ഇപ്പൊ പറഞ്ഞ 1-2 പേർ അതല്ലേ പറയും, എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എപ്പോഴും പോസിറ്റീവായിട്ടേ തിങ്ക് ചെയ്യാനേ ആഗ്രഹിക്കുന്നുള്ളൂ. നെഗറ്റീവായിട്ട് കൂടുതൽ നമ്മൾ അതൊക്കെ തലയിലേക്ക് കയറ്റി എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നം വരും. പക്ഷെ അതൊക്കെ പുറമേ ഉള്ളവർക്ക് കാണിച്ച് അത് തലയിലേക്ക് കയറ്റി അതിനടത്തെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല. വനിത വളരെ ചെറിയ പ്രായത്തിൽ, എട്ടും പൊട്ടും തിരിയാത്ത പാവാട പ്രായത്തിൽ സിനിമയിലേക്ക് വന്ന ആളാണ്. അവിടെ ഒന്ന് കാണിച്ചത് ഇവിടെയാണ് നിങ്ങളുടെ ജീവിതം ഉണ്ടാക്കിയ സിനിമയാണത്. ഈ ലൊക്കേഷൻ ആയിരുന്നു. അതെ അതെ, കൃഷ്ണേന്ദ്ര ഒരു 1.5 ലൊക്കേഷൻ അവിടെ വെച്ച് നിങ്ങൾ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നു. നമുക്ക് കല്യാണം കഴിച്ചാൽ ഞാനേ ഒരു കാര്യം പറയട്ടെ, ഞാൻ അങ്ങനെ സീരിയസ് ഒന്നും ആയിരുന്നില്ല. വന്ന് പെട്ടുപോയതാ. അങ്ങനെ പെട്ടു എന്നുള്ള അഭിപ്രായം എനിക്ക്. ആ പ്രായത്തിൽ അങ്ങനെ സീരിയസ് ആകാൻ പറ്റും. ആ പ്രായത്തിൽ അങ്ങനെ സീരിയസ് ഒന്നല്ല, കൂടെ അഭിനയിക്കുന്ന കൊള്ളാം എന്നുള്ള ലൈനാണ്. കാര്യം മനസ്സിലായി. അത് എപ്പോഴാ പറയണോ നോക്കൂ, 56-ാമത്തെ വയസ്സ്. കല്യാണക്കത്തുമായി ബന്ധപ്പെട്ടൊരു ബന്ധമുണ്ട് അതിനകത്ത്. അതൊരു പഴയ കഥ. 2 വർഷം നിങ്ങൾ മിണ്ടാൻ നടന്നു. 2 വർഷം ദാസേട്ടൻ മോഹൻ തിരിച്ചു. സത്യം, തീരെ ലോക്യം കാണിക്കാറ്. ഞാനിങ്ങനെ ദാസേട്ടൻ, മറ്റേ ഞാനിനി ഈ ബൈക്കിൽ പോകുമ്പോൾ, എൻ്റെ ഈ SD ബൈക്കിൽ പോകുമ്പോൾ ദാസേട്ടൻ കാറിൽ ഇങ്ങനെ ഇങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ടാവും റെക്കോർഡിങ്ങിന്. അപ്പോൾ ഞാൻ ദാസേട്ടൻ ഇങ്ങനെ കാണിക്കും, ദാസേട്ടൻ ഇങ്ങനെ കാണിക്കും, പ്രഭചേച്ചി കാണിക്കും ഇങ്ങനെ കൈ. അങ്ങനെ ഉണ്ടായിരുന്ന ദാസേട്ടൻ നമ്മളോടൊരു മുഖം തിരിക്കുന്ന ഒരു ലോക്യം കാണിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങനെ 2 വർഷത്തോളം കഴിഞ്ഞ പിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ സമയമായപ്പോൾ എനിക്ക് ദാസേട്ടൻ എൻ്റെ കല്യാണത്തിന് വന്നേ തീരൂ, ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. അങ്ങനെ ഞാൻ നേരെ എൻ്റെ ഇൻവിറ്റേഷനുമായിട്ട് ഇടിച്ചു കയറി പ്രസാദ് 70mm തിയേറ്ററിൽ ദാസേട്ടൻ പാടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇൻവിറ്റേഷൻ കൊടുത്ത് പാദത്തിൽ ഒരൊറ്റ വീഴ്ച, ദാസേട്ട കല്യാണമാണ് വരണം. വന്നു. ഞങ്ങളുടെ കല്യാണ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിനെപ്പറ്റി പിന്നെ സംസാരിച്ചതേ ഇല്ല. ദാസേട്ടൻ എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല ആ കാര്യങ്ങളൊന്നും. ദാസേട്ടനോട് നമുക്ക് എന്താണെന്നറിയില്ല, അത് അങ്ങനെ ആയിപ്പോയി, രക്തം മുഴുവൻ അങ്ങനെ ആയിപ്പോയി ദാസേട്ടൻ. ഇനി എൻ്റെ ഇണക്കിളിക്കെന്തു വേണം, എന്തു വേണം, ഇനി എന്തു വേണം, ഈ രാത്രി പുലരാതിരിക്കണം. ഇങ്ങനെ ഒരു പാട്ട് ദാസേട്ടൻ ഭയങ്കര ഹസ്കി ആയിട്ട് പാടിയിട്ടുള്ളതാണ്. അതുപോലെ
ഉറങ്ങിക്കിടന്ന ഹൃദയം നീ ഉമ്മ വെച്ചുണർത്തി. മനസ്സിൽ പടർന്ന മധുരം നീ മറ്റൊരു പാത്രത്തിൽ പകർത്തി. ഞാനീ പാടിയ പാട്ട് ദാസേട്ടൻ ഇങ്ങനെ അല്ല പാടിയിരിക്കുന്നത്. ദാസേട്ടൻ ഇങ്ങനെ ഹസ്കി ആയിട്ടാണ്. അപ്പൊ ഹസ്കി ആയിട്ട് പാടുക എങ്ങനെയാന്നുള്ളത് 60കളിൽ ദാസേട്ടൻ നമുക്ക് കാണിച്ചു തന്നു കഴിഞ്ഞു. അതിനിപ്പോ പുതുതായിട്ട് ആരും കാണിച്ചു തരേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കൃഷ്ണേന്ദ്രൻ, നമുക്ക് ഇനിയും ഒരുപാട് സംസാരിക്കാനുണ്ട്. എന്നാ കാരണം വെച്ചാൽ സംസാരം ഇവിടെ അവസാനിക്കുന്നില്ല. പക്ഷേ എന്നെപ്പോലെ തന്നെ എന്നെക്കാളും ഒരു ടെലിവിഷൻ പരിപാടിയുടെ പരിധിയെക്കുറിച്ചും പരിമിതിയെക്കുറിച്ചും അറിയാവുന്ന ആളാണ് കൃഷ്ണേന്ദ്രൻ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു ഇടവേള. നമ്മൾ വീണ്ടും വരുന്നതാണ്. ലളിത ചേച്ചിയുമായിട്ടുള്ള JB ജംഗ്ഷൻ സവിശേഷതയുള്ളതായിരുന്നു. സംഭവകരമായിട്ടുള്ള ഒട്ടേറെ വെളിപ്പെടുത്തലുകൾ, അതോടൊപ്പം തന്നെ ലളിത ചേച്ചിയുടെ ജീവിത അനുഭവങ്ങളിലൂടെയുള്ള നീണ്ട പ്രയാണം, ഭരതനുമായിട്ടുള്ള ഇഴയെടുപ്പവും കുടുംബത്തിലെ വീഴ്ചകളും പറയുമ്പോൾ ഒഴുക്കിനെതിരെ നീന്തി വിജയിച്ചയാളുടെ നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു ലളിത ചേച്ചിയുടെ മുഖത്ത്. ഒരു വേള കണ്ണീര് പൊടിഞ്ഞെങ്കിൽ പോലും ലളിത ചേച്ചി JB ജംഗ്ഷനിലൂടെ തൻ്റെ ജീവിതകഥ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിച്ചു. ലളിത ചേച്ചീനെ ഞാൻ എത്രയോ കാലമായിട്ട് ആ സോഫയിൽ ഇരുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. വഴുതി മാറി, പിടിതരാതെ, കുതറി മാറി. എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ മാറിക്കളിക്കുക? എനിക്ക് ഇവിടെ വന്ന് കുമ്പസരിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇല്ല ആ പ്രദേശത്തോട്ട്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ നോണ്ട് വിട്ടിട്ടേ ഇന്ന് എന്നെ എടുക്കാൻ വേണ്ടി തന്നെ വന്നിരിക്കുകയാണല്ലേ. വരട്ടെ. നമുക്ക് എന്ത് സംഭവങ്ങളും പുതുതായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉടനെ പോയിട്ട് ചേച്ചിയുടെ അടുത്ത് പറയും. ഞങ്ങൾ ദേപ്പുട്ട് എന്ന റെസ്റ്റോറൻറ്റ് തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ടുള്ള ആശയം പറഞ്ഞപ്പോൾ ചേച്ചി ഞങ്ങളിങ്ങനൊരു ഇത് തുടങ്ങുകയാണ്, അപ്പോൾ അതിൽ ചേച്ചി വരണം എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ ഉടനെ തന്നെ ആൾ വന്നു. അപ്പം ഞങ്ങൾ ദേപ്പുട്ട് റെസ്റ്റോറൻറ്റ് ആസ്ഥാന ഉദ്ഘാടകയാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രിട്ടാസ്ജി ഒരു കാര്യം ചേച്ചിയുടെ ഇന്ന് സത്യം ചെയ്ത് വാങ്ങിക്കണം, ഈ ഉദ്ഘാടക വേറെ റെസ്റ്റോറൻറ്റുകളൊന്നും ഉദ്ഘാടനം ചെയ്യാൻ പോകാൻ പാടില്ല, ദേപ്പുട്ടിൻ്റെ മാത്രം അസറ്റാണ് എന്നുള്ളതൊന്നും ഒരു സത്യം വാങ്ങിച്ചേക്കണം. അല്ല, ഞാൻ പോകാറില്ല. ഞാൻ ദിലീപിന്റെ ഇതിന് ചില്ലറ പൈസ കിട്ടുന്നത് മുടക്കണോ? അല്ല, അതല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. വേറെ സ്ഥലത്തുനിന്ന് പോരുന്ന്. അത് ഞാൻ പോകാറുണ്ടല്ലോ, അതാണ് പറഞ്ഞിട്ടല്ലോ. കാശ് കിട്ടുന്ന സ്ഥലത്ത് പോകും കാശ്, അല്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? എന്താ കുടുംബസ്വത്തൊന്നും ഇല്ല. വല്ലതൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടിയാലല്ലേ ചില്ലറ പൈസ. ദിലീപ് ക്ഷമിക്കണം. എന്താ കാരണം വെച്ചാൽ, അല്ലെങ്കിൽ ദിലീപ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാസം 2 ലക്ഷം രൂപ ലളിത ചേച്ചിയുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും ഒരു അത്യാവശ്യമൊക്കെ പറഞ്ഞ് തരാറുണ്ട് എനിക്ക്. ഞാൻ ഉള്ള കാര്യം പറയാം, സത്യം. എൻ്റെ പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞാനൊന്ന് മനസ്സ് വിഷമിക്കുകയോ എന്തെങ്കിലും എൻ്റെ കണ്ണ് നിറയുകയോ ചെയ്താൽ അപ്പം വിളിക്കും ദിലീപ് എന്നെ. എന്താ ചേച്ചി? ഒന്നുമല്ല, എൻ്റെ മോടെ കല്യാണം ഓർത്ത് വെച്ചിട്ട് കല്യാണത്തിൻ്റെ തലേ ദിവസം, അല്ല നിശ്ചയത്തിൻ്റെ തലേ ദിവസം ഒരു പൈസയില്ല വീട്ടിൽ. ദിലീപ് എനിക്ക് പൈസ കൊടുത്തയച്ചു വീട്ടിൽ. ആരും ഞാൻ ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. കൊണ്ട് തന്നത് സുരേഷാണ്, മേനകയുടെ ഹസ്ബൻഡ് സുരേഷാണ്. ഈ കടമൊന്നും വീട്ടാൻ പറ്റില്ല. എന്നോട് ചോദിച്ചിട്ടുമില്ല, ഞാൻ ഇതുവരെ അതൊട്ട് കൊടുത്തിട്ടുമില്ല, വേണോന്ന് ഞാനും ചോദിച്ചിട്ടില്ല. സിൽവർ നൈട്രേറ്റ് എന്നുള്ള പദാർത്ഥത്തിന്റെ പരിചയമുണ്ടോ ലളിത ചേച്ചിക്ക്? ഇതാ ആര് പറഞ്ഞത്? എൻ്റെ അച്ഛൻ നല്ല പെയിൻറ്ററും കൂടെ ആയിരുന്നു, ഫോട്ടോഗ്രാഫർ മാത്രമല്ല പെയിൻറ്ററായിരുന്നു. അപ്പോൾ ഈ പെയിൻറ്റ് ചെയ്യാനുള്ള സ്റ്റമ്പിങ് ഇതൊക്കെ വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കും. ഒരു ദിവസം നാട് വിട്ടങ്ങ് പോയി, ഈ വഴക്കുണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോയിട്ട് എൻ്റെ ചിറ്റപ്പൻ കടയ്ക്ക് താമസിക്കണ്ടായിരുന്നു. ചിറ്റപ്പൻ ഒരു സ്റ്റുഡിയോ ഒക്കെ ഇട്ട് തന്ന് ഞങ്ങൾ അങ്ങനെ കായംകുളത്ത് താമസിക്കുക. ഇളയ കുഞ്ഞുണ്ട് അന്നേരം, രാജൻ എന്നും പറഞ്ഞ ഒരു ബ്രദർ. അമ്മ എൻ്റെ അടുക്ക ഇവനെ നോക്കിക്കണമെന്ന് പറഞ്ഞേച്ച് അമ്മ വെള്ളം എടുക്കാൻ പോയി. അപ്പം ഞങ്ങൾ കുളത്തിൽ നിന്നാണ് കുടിക്കുന്നത്, ഇല്ലാതെ കുളത്തിലെ വെള്ളം, കിണറില്ല. പിന്നെ അച്ഛൻ 250 രൂപ അവിടെ അയച്ചു തന്നു. 2 ദിവസം കഴിഞ്ഞാൽ ഓണമാണ്, ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, ഇതൊക്കെ ചെയ്യണം. അപ്പം ഞാൻ പോയി എൻ്റെ അടുക്ക് ലിസ്റ്റ് തന്നു, ഇതെല്ലാം മേടിച്ചു വീട്ടിൽ കൊണ്ടുവച്ചു. അമ്മ വെള്ളം എടുക്കാൻ പോയി, കുഞ്ഞവിടെ കിടക്കുന്നുണ്ട്, അവന് 4 മാസം മറ്റേ ആയിട്ടുള്ളൂ. ഏതാണ്ടൊരു കൊട്ടോ പറയാൻ പറ്റും. എനിക്ക് ഈ കൊട്ടും ബഹളമൊക്കെ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ കാലും കൈയും അടങ്ങിയിരിക്കത്തില്ല. എനിക്ക് ഭയങ്കര ഒരു എന്തോ ഒരു ഇപ്പോഴും അതെ ഇങ്ങനെ ഒരു അതിൻ്റെ കൂടെ തുള്ളണമെന്ന് ഒരാഗ്രഹമാണ്. ഞാൻ ഇതിൻ്റെ പുറകെ ഇറങ്ങി അങ്ങ് പോയി. ഈ ചെറ്റ ഒത്തിമറച്ച വീടല്ലേ,
അതിനിടയിൽ കൂടെ ഒരു പട്ടി കയറി വന്നിട്ട് ഇതെല്ലാം തിന്നേച്ച് പോയി. മേടിച്ചുകൊണ്ട് വെച്ച അരിയും സാധനങ്ങളും എല്ലാം കുഞ്ഞകത്ത് അവിടെ കിടക്കുന്നുണ്ട്. അതിനെ കടിച്ചില്ല ഭാഗ്യത്തിന്. അമ്മ വെള്ളം എടുത്തുകൊണ്ട് വരുമ്പോൾ ഞാൻ വീട്ടിലില്ല, ഓണത്തിനുള്ള. എന്നിട്ട് പിറ്റേ ദിവസം എന്നിട്ട് എൻ്റെ കരച്ചിൽ വെള്ളം കൊണ്ടിട്ടുണ്ട്. അച്ഛൻ്റെ അപ്പച്ചി അപ്പുറത്ത് താമസിച്ച് വെള്ളം എടുക്കാൻ പോയ വീട്ടിൽ അവർ അരി കൊടുത്തയച്ചു, സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിട്ട് അമ്മ ഒന്നും ചെയ്തില്ല. ചോറ് മാത്രം വെച്ച് ഉപ്പുമുളക് ഉടച്ചിട്ട്. അപ്പം ഞാൻ ഓർത്ത് ഞാൻ കാരണമാണല്ലോ ഈ ദുരിതം, ഞാനാണല്ലോ ഈ വീട്ടിലെ ഏറ്റവും വലിയ ശാപം ഞാനാണ്, ഞാനങ്ങ് ചത്തേക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ഈ സാധനം ഇരുന്നു. എന്താന്ന് സിൽവർ. അത് ഇപ്പോഴും എനിക്ക് അതിന്റെ മണം അടിക്കുമ്പോൾ ഓർമ്മ വരും. ഞാൻ കുറച്ച് സിൽവർ നൈട്രേറ്റ് ഞാൻ കൊടുത്തുകൂടാ കാണിക്കാൻ വേണ്ടിട്ട്. കലക്കി അങ്ങോട്ട് കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ ബോധം കെട്ടുപോയി. ഞാൻ ഇങ്ങോട്ട് പൊക്കിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ട് ചത്തുപോവാന്നാ ഞാൻ വിചാരിച്ചത്. ചത്തില്ല, അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്റെ സിൽവർ നൈട്രേറ്റേ, നീ പറ്റിച്ചൊരു പണിയേ. അങ്ങനെ ചെറുപ്പകാലത്ത് തന്നെ ആത്മഹത്യ ചെയ്യാൻ പരിശീലിച്ച ഒരു ധീരമരുന്നിയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ലളിത ചേച്ചിനെ ഒരു കലാകാരിയാക്കി മാറ്റിയത് യഥാർത്ഥത്തിൽ അച്ഛനാണ്. അമ്മയായിട്ട് പിണങ്ങി പോകുന്നതന്നെ ലളിത ചേച്ചിനെ കൈയും പിടിച്ച് നൃത്തം കളിപ്പിക്കാൻ വേണ്ടിയാണ്. അതെ, വേറെ ആഗ്രഹമൊന്നുമില്ല. ഡാൻസ് പഠിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള കാര്യം. ഒരു പ്രൊഫഷണൽ നർത്തകയായിട്ട് ലളിത ചേച്ചി മാറി. പിന്നെ എനിക്ക് തോന്നുന്നു കൊല്ലത്ത് പോയിട്ട് അത് ട്രൂപ്പിലൊക്കെ ചേർന്നു. അത് ലീലാമണി ചേച്ചിയായിരുന്നു കാരണം അതിനൊക്കെ. അതിലാണ് ഞാൻ 3.5 വർഷത്തോളം അവിടെ ഗുരുകുലവാസം തന്നെ ആയിരുന്നു. ഞാൻ ഒരു കലാകാരനെ, കൊല്ലംകാരനായ കലാകാരനെ കൊണ്ടുവരാം, വരട്ടെ. ലളിത ചേച്ചി കേരള സംഗീത നാടക അക്കാദമി ചെയർമാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഞാനും ഈ പോസ്റ്റിൽ ഇരുന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം. ആ പോസ്റ്റിന് 2.5 ലക്ഷം രൂപ ശമ്പളവും ഒരു ആഡംബര കാറും തൃശ്ശൂർ ടൗണിൽ ഒരു 2 നില കെട്ടിടവും ഉണ്ടാകും എന്ന് വിശ്വസിച്ചിട്ടാണ് ചേച്ചി ആ പോസ്റ്റ് തിരഞ്ഞെടുത്തതെന്ന് ഒരു വാർത്തയുണ്ട്. ചേച്ചി അങ്ങനെ വിശ്വസിച്ചിരുന്നോ? അതിലെന്തെങ്കിലും സത്യമുണ്ട്? 2.5 ലക്ഷം രൂപയുടെ 2,500 രൂപ ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു പറ്റിച്ചിരുന്നോ? ഞാൻ മുകേഷിനോട് ചോദിച്ചു, മുകേഷ് എന്തെങ്കിലും കിട്ടുമോ നമ്മളവിടെ പോയി ഇങ്ങനെ? ചേച്ചി ഉമ്മേരി ചേച്ചി അത് നല്ലൊരു സ്ഥാനം കിട്ടും, കൈവിടരുത് എന്ന് പറഞ്ഞു. അതാണ് എന്നെ ഉപദേശിച്ചത്. ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു ഏറ്റവും വലിയ ഒരു മാറ്റം, ഒരു വലിയൊരു ഡ്രമാറ്റിക്കലായിട്ടുള്ള ചേഞ്ച് വന്നത് KPSCയിലേക്കുള്ള ഒരു വരവാണ്. ഒന്ന് സിനിമ അഭിനയിക്കാൻ പോകാന്നുള്ളതല്ല മെയിന്, KPSCയിൽ എങ്ങനെങ്കിലും ഒന്ന് കടന്നുകൂടുക എന്നുള്ളത് മാത്രമായിരുന്നു. ബഹദൂർക്കയുടെ ട്രൂപ്പിൽ നിന്ന് അവരുടെ നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി അന്വേഷിച്ച് നടക്കുന്നത്, ഡാൻസ് അറിയുന്ന ഒരു കുട്ടി വേണമെന്നുള്ളത്. അന്ന് ഈ ഡാൻസ് ഒരുപാട് ഇങ്ങനെ ചെയ്യുന്ന കുട്ടികളൊക്കെ വളരെ കുറവായിരുന്നു അന്ന് അഭിനയിക്കാൻ പോകാനായിട്ട്. കൊടുങ്ങല്ലൂരിൽ നിന്ന് കാർ എടുത്തിട്ട് ഒരു ആർട്ടിസ്റ്റിനെ തിരക്കി ചങ്ങനാശ്ശേരി വരെ വരിക എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഭയങ്കര. അതെ, ഞങ്ങൾ വന്നു, ബഹദൂർക്കയുടെ ട്രൂപ്പിൽ വന്നപ്പോഴത്തേക്കും ബഹദൂർക്ക അവിടെ ഇങ്ങനെ ഒരു പായ ഇട്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. തുടുത്ത് ചുമന്ന ഒരു മനുഷ്യന്, സിനിമാ നടനാണ്. അപ്പോൾ അദ്ദേഹം ഡാൻസ് അറിയാമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരുവിധം തട്ടിമുട്ടി ഡാൻസ് അറിയാമെന്നൊക്കെ പറഞ്ഞു. എന്തോ ഒരെണ്ണം കളിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു എല്ലാം മതി എന്നും പറഞ്ഞിട്ട് 5 നാടകത്തിൻ്റെ പോർഷൻ ബുക്ക് എടുത്ത് കൈ തരുക. 5 നാടകം ഒന്നിച്ചാണ് അവർ. പിന്നീട് അവർ വെളിയിലൊക്കെ പോകുന്നുണ്ട്, ദുബായ്, ഇവിടെ പേർഷ്യയൊക്കെ പോകുന്നുണ്ട്. മേടിച്ചു ബുക്ക് മേടിച്ച അപ്പോയിന്റ്മെന്റ് ലെറ്റർ മേടിച്ച പോലെയാ? മേടിച്ചു. എനിക്ക് എന്തോ ആ അന്തരീക്ഷം അങ്ങോട്ട് തീരെ ഇണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു ഇത് വേണ്ട അച്ഛാ നമുക്ക് പോവാം, അച്ഛൻ കൂടെ ഉണ്ട്. അപ്പം അച്ഛൻ ചോദിച്ചത് എങ്ങനെ നമ്മളിപ്പോൾ ഇവിടുന്ന് പോകും? ഞാൻ പറഞ്ഞു ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല, നാളെ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് പോവാന്ന് പറഞ്ഞു. അങ്ങനെ 250 രൂപയും ഈ പോർഷൻ ബുക്ക്, 250 തിരിച്ചു വരാനും കൂടാ വണ്ടിക്കൂലി. പിന്നെ തിരിച്ച് കാറിലൊന്നും അല്ല, ബസ്സിൽ വന്നോണം. ഈ 250 രൂപയും ഈ പോർഷൻ ബുക്കും കൂടെ അച്ഛനും ഞാനും ഒക്കെ കൂടെ ചേർത്തിട്ട് പിറ്റേന്ന് രാവിലെ ഞങ്ങളെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു. കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് വിട്ട് ബസ്സിൽ കയറി ഞങ്ങൾ ഇവിടെ വരുമ്പോഴേ KPSCയുടെ ടെലഗ്രാം വന്ന് കിടക്കുന്നു. ഈ പോർഷൻ ബുക്കും ഈ 250 രൂപയും അടുത്ത പോസ്റ്റിൽ തിരിച്ചയച്ചു കൊടുത്തു. പിന്നെയാണ് ഈ ബഹദൂർക്ക കാണുന്ന വാഴ്വമയത്തിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോഴേ, കണ്ടിട്ടേ ഇല്ല. അന്ന് ഈ ബഹദൂർക്ക ഇവിടെ നല്ല ഞാനും കൊടുത്തിട്ടുണ്ട്. ശരിക്കും എനിക്ക് പറഞ്ഞ
ഇതാവില്ല. ഷോർട്ട് സമയത്ത് സേസാറിന് അറിയാം ഇന്ന് ജീവിച്ചിരിക്കുന്നതില് സേസാറുണ്ടെന്നത് കണ്ടോണ്ടിരുന്നത്. ഇടി ഒന്നാ ശരിക്കും പൊതുക്കൊന്നും പറഞ്ഞിട്ട് എന്നെ എടുത്തിട്ട് നല്ല ശരിക്കും ഇടിച്ചെന്നെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് പറയുമ്പോ എന്റെ കയ്യിൽ ഈ കിണ്ണൻ ഇരിപ്പുണ്ടായിരുന്നു ചോറിന് വെച്ച് താങ്ങി കൊടുത്തങ്ങ് മുഖത്തും കാലിലും മേലിലും. പിന്നെ ഭയങ്കര സ്നേഹമായിരുന്നു. ലളിത ചേച്ചിയുടെ ജീവിതത്തിലെ ഒരു വിളക്കുമാടമാണ്. തീർച്ചയായിട്ടും. വേണമെങ്കിൽ കാമുകൻ എന്ന് പറയാം, പ്രേയസി എന്ന് പറയാം, എല്ലാം ഉണ്ട് എല്ലാ തരത്തിലും. ലളിത ചേച്ചിയെ മാറ്റിമറിച്ചത് മദിരാശിയിലെ ജീവിതമാണ്. ഒരു ചെറിയ പെൺകുട്ടി മദിരാശിയിൽ എത്തിപ്പെടുന്നു. അന്നത്തെ കാലത്ത് സിനിമ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇൻവെർട്ടർ കോമ്പയിൽ അധോലോകം പോലെയാണ്. എന്താ കാരണം വെച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. എന്റെ രക്ഷിതാവ് ഒരാൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? പിന്നെ KPSC എന്ന് പറയുന്ന ആ 4 അക്ഷരത്തിന്റെ KPSC എന്നുള്ള പടച്ചട്ടയും ബാസുചേട്ടൻ എന്നുള്ള പ്രതിഭയും തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ബാസുചേട്ടന്റെ മരണത്തിന് ഒരാഴ്ച മുമ്പ് ചേച്ചിക്ക് എന്തോ ഒരു മനസ്സിൽ കൊളുത്തി വരിച്ചതുപോലെ ചേച്ചി അവിടെ എത്തി. ഏതോ പടത്തിന്റെ ഡബിങ്ങിന് പോവാ ഞാൻ ഇവിടുന്ന്. ഇപ്പോഴും അതെ, ആ വഴി കടന്ന് കൃഷ്ണപുരം വഴി കടന്നു പോയാൽ KPSCയിലോട്ട് ഒരു കണ്ണ എനിക്ക് ഇങ്ങനെ പോയിട്ടേ ഞാനങ്ങനെ കടന്നു പോവുള്ളൂ. ഇപ്പം നമ്മുടെ പഴയ ആൾക്കാരും അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങി നോക്കാറൊന്നുമില്ല. വടിയിൽ ഒരാളാ അവിടെ നിൽക്കുന്നു. അപ്പോൾ വണ്ടി കുറച്ച് ദൂരം അങ്ങ് പോയി. അപ്പം ഞാൻ പറഞ്ഞു പാസ്സേട്ടൻ അവിടെ നിൽക്കുന്നു തിരിച്ചു വിടെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി റിവേഴ്സ് എടുത്ത് വരുമ്പോൾ പാസ്സേട്ടൻ പോകാനായിട്ട് ഇറങ്ങി നിൽക്കും, വള്ളികുന്നത്ത് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുമായിരുന്നു. അയ്യോ, എന്നെ കണ്ട ഭയങ്കര സന്തോഷമായി. നമ്മുടെ സിനിമാ താരം വന്നിരിക്കുന്നു, ചായ കൊണ്ടു കൊടുക്കുക, പരിപ്പോടയോ വല്ലതൊക്കെ കൊണ്ടു കൊടുക്കുക, എന്താ അവിടെ ഉള്ളതെന്ന് വെച്ചാൽ വലിയ സന്തോഷമായിരുന്നു. ഭയങ്കര സന്തോഷമായി. അതിന്റെ അടുത്ത ആഴ്ചയാണ് മരിക്കുന്നത്. ചേച്ചിയുടെ ജീവിതത്തിന്റെ ആകസ്മികതകൾ എന്താ കാരണം വെച്ചാൽ ഭരതേട്ടൻ വേറൊരു പെൺകുട്ടിയാണ് പ്രണയിച്ചത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ശ്രീവിദ്യയും ഭരതേട്ടനും തമ്മിലുള്ള അതിന്റെ ഹംസമായിരുന്നു ഞാൻ. അതിന്റെ ഹംസയായിരുന്നു. അതാണ് ശ്രീവിദ്യയും ഭരതേട്ടനും തമ്മിലുള്ള പ്രണയത്തിന്റെ എന്താ പറയാ ഒരു ഇടനിലക്കാരിയായി ദീർഘകാലം പ്രവർത്തിച്ചു. എൻ്റെ വീട്ടിൽ ആകെ വന്നോണ്ടിരുന്നത് അവർക്ക് ഫോൺ ചെയ്യാനായിരുന്നു. പക്ഷെ തെറ്റുപറ്റിയപ്പോൾ ഞാനാണ് ഒരുപാട് വഴക്ക് പറഞ്ഞത്, ഒത്തിരി വഴക്ക് പറഞ്ഞു. എന്നെ കൊണ്ട് ഞാൻ പറഞ്ഞു മേലാൽ ഇവിടെ കയറരുതെന്ന് വരെ പറഞ്ഞ് ഇറക്കി വിട്ടതാ. അതുവരെ ഉണ്ടായി. പക്ഷെ ഇത് കറങ്ങിത്തിരിഞ്ഞ വിധി, അതാ ഞാൻ പറഞ്ഞ വിധി. എപ്പോഴാണ് ഭരതേട്ടൻ ചേച്ചിയുടെ മനസ്സിൽ മുട്ടിട്ടത്? രതിനിർവേദം സിനിമയിൽ 78 ജനുവരി രതിനിർവേദം സിനിമയുടെ സെക്കൻഡ്. അത് ഞങ്ങൾ തമ്മിൽ ഉണ്ടായത് ഒന്നുമല്ല. നമ്മുടെ ഹരിപോത്തൻ എന്ന് പറയുന്ന സുപ്രിയയുടെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കഥയാണ്. ഞങ്ങളെ രണ്ടുപേരെ കൂടെ ഒരു ട്രെയിനിൽ കണ്ടു എന്നുള്ളതാണ് കഥ. പക്ഷെ ആ തമാശ പിടിച്ചു. അത് അപ്പം അവിടെ നിന്ന് പോരുന്നതിന് മുമ്പ് എൻ്റെ അടുക്ക പറഞ്ഞു, ഇവര് തമാശയായിട്ടാണ് പറയുന്നെങ്കിലും അതങ്ങ് കാര്യമായിട്ട് ആലോചിച്ചു കൂടെ എന്ന് ചോദിച്ചു. തമാശക്കാണെങ്കിൽ ഞാനില്ല, കാര്യത്തിലേക്കാണെങ്കിൽ എനിക്കിഷ്ടമാണ്. നേരം പോക്ക് പരിപാടിക്കാണ് ഇങ്ങോട്ട് വരണ്ട. ഞാൻ ഒരു പേരുദോഷം ഇതുവരെ വേറെ കേൾപ്പിച്ചിട്ടില്ല. സിനിമയിൽ വന്നിട്ട് ഇത്രയും നാളായി ഒരക്ഷരം മാറ്റി എഴുതാൻ, അന്ന് ഒരുപാട് മഞ്ഞപത്രങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലമാണ്, ഒരു ഇതിലും എൻ്റെ ഒരു പേര് അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കതിൽ ഇഷ്ടമല്ല, എൻ്റെ വീട്ടുകാരെ വേദനിപ്പിക്കാൻ എനിക്കിഷ്ടമല്ല. ഭരതേട്ടൻ്റെ പ്രയാണം പിന്നീട് നല്ല ഒരുപാട് സിനിമകൾ മലയാള സിനിമയുടെ വ്യാകരണത്തെ മാറ്റിമറിച്ച ഒരു മികച്ച ഫിലിം മേക്കർ. പക്ഷേ ഈ അച്ചടക്കമില്ലായ്മയും മദ്യവും ഇത് രണ്ടുമാണ് ഒരു പക്ഷേ ഭരതേട്ടനെ. അതില്ലെങ്കിലേ ഉണ്ടല്ലോ, അയ്യോ എങ്ങനെ വേണേലും നമുക്ക് വളച്ചൊടിച്ചു കൊണ്ട് നടക്കാം. ഭയങ്കര നല്ല സ്വഭാവമാണ്, ഭയങ്കര നല്ല സ്വഭാവം. വീട്ടിൽ ആരെങ്കിലും ആ റോഡിൽ കൂടെ ഉറക്കം സംസാരിച്ചോണ്ട് പോയാൽ ഇടാ ആരോ അവിടെ സംസാരിക്കുന്നു, നീ ഒന്ന് പോയി നോക്ക് ആരാന്ന് എന്ന് പറയും. അതേസമയം 2 എണ്ണം വിട്ടിട്ടുണ്ട്, തലക്കെട്ടും കെട്ടി നേരെ ഇറങ്ങി ചെല്ലി 2 ഇടിയും കൊടുക്കും. പാട്ടായിരിക്കും അല്ലേ? പാട്ട് അത് അതിന്റെ കൂടെ കൂടിയില്ലെങ്കിലാണ് ഈ ബഹളം. അന്ന് എൻ്റെ വീട്ടിലത്തെ എത്ര ചെമ്പുകളോ വേണു തകർത്തിരിക്കുന്നത്. നമ്മുടെ നെടുപൊടി വേണു ഒരുപാട് ചെമ്പുകൾ തകർത്തു. എൻ്റെ അമ്മ അപ്പം തുടങ്ങും വേണു വരുമ്പോ ദേ വരുന്നു ചെമ്പൊക്കെ എടുത്ത് പാത്ത്. അതൊരു ഭയങ്കര ജീവിതമാണ്. എനിക്ക് തോന്നുന്നു സിനിമാ ലോകത്ത് ഇങ്ങനെ ജീവിച്ചിട്ട് ഒരുപാട് രസിച്ചു, പക്ഷെ ഒരുപാട് അനുഭവിക്കുകയും ചെയ്തല്ലേ. തകരയുടെ പോസ്റ്റർ ഭരതേട്ടൻ്റെ ആയിരുന്നില്ലേ? അത് എടുത്തു നിന്നൊരു പോസ്റ്ററായിരുന്നു. എല്ലാത്തിൻ്റെ അതെ, പുള്ളി ചെയ്യുന്ന എല്ലാ പടങ്ങളുടെയും ഫസ്റ്റ് പുള്ളി തന്നെയാണ് വരയ്ക്കുന്നതൊക്കെ. ഞാൻ ചേച്ചിക്ക് വേണ്ടപ്പെട്ട ഒരാളെ കൊണ്ടുവരാം. ആലുമേലു എനിക്ക് 64 വയസ്സായി. 64 വയസ്സിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ
എൻ്റെ ജീവിതം രക്ഷപ്പെടുത്തിയത് അത് ഭരതനായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ആലുമേലു, എൻ്റെ ആദ്യത്തെ ഹീറോയിൻ. നിങ്ങൾ ഭരതനെ പൊന്നുപോലെ നോക്കി. വളരെ വളരെ നന്ദി. നിങ്ങളൊരു മഹാമനുഷ്യ. നമസ്കാരം. ഐ ലവ് യു. സുപ്രിയ, ഹരിയും ഇവരൊക്കെ കൂടെ പിണക്കമായിരുന്നു തകര സമയത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. അത് കളഞ്ഞത് സിനിമയിൽ അഭിനയിക്കാൻ ഈ ചേട്ടനുമായിട്ടുള്ള കൂട്ടുകെട്ടിലാണ് അത് കളഞ്ഞത്. അങ്ങനെയാണ് ആദ്യം ആരവത്തിൽ അഭിനയിക്കുന്നത്. പടം അട്ടർ ഫ്ലോപ്പായിരുന്നു. ബാബു പടം ജയിപ്പിക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും പറഞ്ഞു, ഞാനൊരു പൊട്ടിയ പടത്തിൻ്റെ ഡയറക്ടറാണ്. ഒരു ഡയറക്ടറും അങ്ങനെ പറഞ്ഞാണെന്ന് തോന്നുന്നില്ല. ബാബു, ഞാനൊരു പൊട്ടിയ ഡയറക്ടറാണ്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് കാശ് തന്നിട്ട് വേണം നിങ്ങൾക്ക് പടം ചെയ്യാൻ. ഇനി ഞാൻ ഈ വേറൊരു പടം ചെയ്യണമെങ്കിൽ ഞാൻ പപ്പൻ്റെ കഥയെ ചെയ്യുള്ളൂ, അതായത് തകര. അത് ചെയ്യണമെങ്കിൽ എനിക്ക് നെടുമുടി വേണും പ്രതാപ് പോത്തനും അഭിനയിക്കണം. അങ്ങനെ മാത്രമേ ഞാൻ പടം ചെയ്യുള്ളൂ, നിങ്ങൾ അതുകൊണ്ട് വേറെ ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കുക. ഈ വാക്കാണ് ബാബു പറഞ്ഞത്. ഞാൻ റോഡിൽ ഇറങ്ങി തെണ്ടിയാലും ശരി തന്നെ ഞാൻ ഭരതനെ വെച്ച പടം ചെയ്യിപ്പിക്കുള്ളൂ. പക്ഷെ ഇന്ന് അതുപോലെയുള്ള ആൾക്കാരൊന്നും ഇല്ല. വലിയ സംഭവബഹുലമായിരുന്നല്ലേ? മറക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ് അതൊക്കെ. മദ്യം എത്രയോ നല്ല കലാകാരന്മാരെ നമുക്ക് നഷ്ടപ്പെടുത്തി. അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത് എൻ്റെ ജീവിതം തകർത്ത എനിക്ക് എൻ്റെ സ്മെല്ലടിച്ചാൽ പോലും ഇഷ്ടമല്ല. എനിക്ക് മനസ്സിലാവുകയും ചെയ്യും പെട്ടെന്ന്. മോനൊക്കെ ഉപദേശം കൊടുത്തിട്ടില്ലേ? മോനോ? ഉപദേശമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് തെറ്റിയായിരുന്നു. പക്ഷെ അത് ഈശ്വരൻ ഒരു കൊട്ടു കൊടുത്തു. പക്ഷെ അന്ന് ദൈവം സഹായിച്ചു ഒന്നും ഉണ്ടായിരുന്നില്ല. ആക്സിഡന്റ് നടന്നെന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ഏറ്റവും വലിയ രസം. അതൊരു ഭാഗ്യമായിരുന്നു. അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം പിറ്റേ ദിവസം അമ്മയുടെ ശ്രാദ്ധമാണ്. അപ്പം ഞാൻ പറഞ്ഞേടാ, നീ നേരത്തെ വീട്ടിൽ വരണം, നീ ഒന്നും കഴിക്കരുത്, രാവിലെ ചേലാമറ്റത്ത് പോയി ബലിയിടണം എന്നൊക്കെ പറഞ്ഞ അന്ന് അതിനു വേണ്ടി വന്നതാ. അന്നത്തെ ദിവസമാണ് ഇത് സംഭവിച്ചത്. എല്ലാവിധ ബുദ്ധി കഴിവോടെയും തിരിച്ചു തന്നല്ലോ. ഒരാൾ വന്ന് വിളിച്ചത് എനിക്കറിയാം, ഡോക്ടർ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഞാൻ ചെന്നപ്പോൾ ഇവനിങ്ങനെ കിടന്നിട്ട് സോറി അമ്മ ഒരു വാക്ക് പറഞ്ഞു എന്നോട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഞാൻ രക്ഷപ്പെട്ടു എന്ന്. സിദ്ധു പറഞ്ഞു. കരയുന്ന പോകാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എന്തോന്നു ചേച്ചിയുടെ ചിരിക്കണ പോലെ കരയുന്ന ഒത്തിരി പിടിച്ചു നിന്നു. കുറെ നേരം കൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കുകയാണ്. ഒരു കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ ഒരുപാട് ദുരിതങ്ങളും സങ്കട കയവും ഒക്കെ നീന്തി ഞാൻ ഒറ്റ ദിവസം പോലും എൻ്റെ കഴിഞ്ഞ ജീവിതങ്ങൾ ഓർക്കാത്ത ദിവസങ്ങളെല്ലാം ഞാൻ ചിരിക്കുന്നുണ്ട്, വർത്തമാനം പറയുന്നുണ്ട്, എല്ലാം ഉണ്ട്. ദൈവമേ, എനിക്ക് കൂടുതലൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ഇതുപോലൊക്കെ ഇങ്ങനെ സന്തോഷമായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ എൻ്റെ ജോലിയായിട്ട് ചിരിച്ചു കളിച്ച് നടക്കണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. JB ജംഗ്ഷൻ അനുസ്യൂതമായ ഒരു പ്രയാണമാണ്, ഒരു പ്രവാഹമാണ്. ഒട്ടേറെ സവിശേഷതയുള്ള വ്യക്തിത്വങ്ങൾ JB ജംഗ്ഷനിൽ പുതുവർഷവും വരും. നിങ്ങളുടെ പിന്തുണ ഈ ജംഗ്ഷനൊപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് പിൻവാങ്ങുന്നു. നന്ദി, നമസ്കാരം.